എവരിവൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, ഒരു സെൻറ്റൻസിൽ എങ്ങനെ നമുക്ക് അഡ്ജക്റ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, ഈ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആദ്യം അഡ്ജക്റ്റീവ്സിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. അഡ്ജക്റ്റീവ്സ് ആർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ദേ ഡിസ്ക്രൈബ് എ നൗൺ ഓർ എ പ്രൊനൗൺ. ദേ ടെൽ us about the shape, size, color, quality or quantity of a noun or a pronoun. An adjective comes before the noun it describes. Sometimes it comes after the verb or the adverb. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അഡ്ജക്റ്റീവ്സ് ആർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില വസ്തുക്കളെ അല്ലെങ്കിൽ അതിനെയൊക്കെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കും. അത്തരത്തിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സുന്ദരിയായ പെൺകുട്ടി, ബുദ്ധിമാനായ ആൺകുട്ടി. ഇവിടെ സുന്ദരിയായ, ബുദ്ധിമാനായ എന്ന് പറയുന്ന വേർഡ്സൊക്കെ എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദേ ഡിസ്ക്രൈബ് എ നൗൺ ഓർ എ പ്രൊനൗൺ. അഡ്ജക്റ്റീവ്സ് ഡിസ്ക്രൈബ് ചെയ്യുക ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെ ആയിരിക്കും. സോ ദേ ടെൽ us about the shape, size, color, quality or quantity of a noun or a pronoun. അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത് ചിലപ്പം ഷേപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ സൈസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ കളറായിരിക്കാം, ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആയിരിക്കാം. ആൻഡ് അഡ്ജക്റ്റീവ്സ് കംസ് ബിഫോർ ദ നൗൺ ഇറ്റ് ഡിസ്ക്രൈബ്സ്. യൂഷ്വലി അഡ്ജക്റ്റീവ്സ് വരുന്നത് ഏത് നൗണിനെയാണോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുക. ഇൻ്റലിജൻറ്റ് ബോയ്, ബ്യൂട്ടിഫുൾ ഗേൾ. ചില സമയങ്ങളിൽ അത് ആഫ്റ്റർ ദ വെർബ് ഓർ അഡ്വർബ്, വെർബിന് ശേഷം അല്ലെങ്കിൽ അഡ്വർബിന് ശേഷവും ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് വെരി ചാമിങ്. ഇവിടെ സെൻറ്റൻസിൽ നിങ്ങൾക്കറിയാം ചാമിങ് എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവ്സ്. ഹീ ഈസ് വെരി ക്രിയേറ്റീവ്. അവിടെ ക്രിയേറ്റീവ് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്സ്. ഇറ്റ് വാസ് എ വാം ഡേ. ആ ഡേയിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വാം എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ദെൻ അഡ്ജക്റ്റീവ്സിനെ തന്നെ പല ടൈപ്സായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് മേജർ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈപ്പിനെ പറ്റിയും സംസാരിക്കാം. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ഓർ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ, പൊസസീവ് അഡ്ജക്റ്റീവ്സ്, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്, ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ്. ഈ ഒരു വിധത്തിലാണ് അഡ്ജക്റ്റീവ്സിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ആണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. പേരിൽ തന്നെ നമുക്കറിയാം ആ അഡ്ജക്റ്റീവ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും? ആ നൗണിൻ്റെ ക്വാളിറ്റീനെ ആയിരിക്കും. അഡ്ജക്റ്റീവ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ക്വാളിറ്റീസ്, അപ്പിയറൻസ്, ഫീലിങ്സ് ഓർ ഇമോഷൻസ്, കളർ, ഏജ്, മെറ്റീരിയൽ, സൈസ്, ടച്ച്, ഷേപ്പ് and opinion of a noun or a pronoun are called adjectives of quality. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പിയറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫീലിങ്സ് ആയിരിക്കാം, ഇമോഷൻസ് ആയിരിക്കാം, കളർ ആയിരിക്കാം, ഏജ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെയാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ഓർ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ. Adjectives that tell us the amount of something or the number of things or people are called adjectives of quantity or adjectives of number. അതായത് എമൗണ്ട് ആയിരിക്കാം, ഒന്നെങ്കിൽ എത്ര അളവ്, എത്രത്തോളം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എത്ര നമ്പർ എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പൊസസീവ് അഡ്ജക്റ്റീവ്സ്. Adjectives which show ownership or relationship are called possessive adjective. അതായത് ഇന്നയാളുടേത്, അവളുടേത്, എൻ്റേത് എന്നൊക്കെ പറയുന്ന അഡ്ജക്റ്റീവ്സ് ആണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്. ദ വേർഡ്സ് മൈ, എൻ്റേത്, യുവർ, നിൻ്റേത്, ഹിസ്, അവൻ്റെ, ഹർ, അവളുടെ, ദെയർ, അവരുടെ, അവർ, നമ്മുടെ, ആൻഡ് ഇറ്റ്സ്, അതിൻ്റെ. ഇതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. പൊസസീവ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ അതൊരു ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്ന വേർഡാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്.
Demonstrative adjectives used to specifically describe the position of something or someone in space or time. അതായത് സംതിങ്ങിൻ്റെ അല്ലെങ്കിൽ സംവണ്ണിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക. Commonly used demonstrative adjectives are these, that, these and those. അതായത് ഇത് അല്ലെങ്കിൽ അത്, ഇതെല്ലാം അല്ലെങ്കിൽ അതെല്ലാം. അതായത് ഒരു അഡ്ജക്റ്റീവ്സ് അതിൻ്റെ ഒരു പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആ അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. ദെൻ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് ദാറ്റ് മോഡിഫൈസ് എ നൗൺ ബൈ ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിച്ച് ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്നു. ആ ചോദ്യത്തോടു കൂടി ആ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാക്കുന്നു. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സാണ് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഉള്ളത്. ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സിൻ്റെ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നെയാണ്. വാട്ട്, വിച്ച്, ഹൂസ്, ഹൗ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നെയാണ് ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സിൻ്റെ എക്സാമ്പിൾ. അത് സെൻറ്റൻസിൽ അഡ്ജക്റ്റീവിൻ്റെ റോള് ചെയ്യുന്ന സമയത്ത് അതൊരു ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവായിട്ട് മാറുന്നു. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ്. എ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് ഈസ് ജനറലി യൂസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഈസ് യൂസ്ഡ് വിത്ത് എ സിംഗുലർ നൗൺ. അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഒന്നായി കാണുക, ജനറലായിട്ട് ഒന്നായിട്ട് കാണുക. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് എ സിംഗുലർ നൗൺ. ഒരു സിംഗുലർ നൗണിൻ്റെ കൂടി യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ ഈച്ച്, എവർ, നൈദർ എന്നൊക്കെയുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സിൻ്റെ എക്സാമ്പിൾ. ഈച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തത്തിലുള്ളതാണ്, ഒരു ഗ്രൂപ്പിനെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ എവറും നൈദറും അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സാണ് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ്. ദെൻ ഇത്രയാണ് മെയിനായിട്ടുള്ള അഡ്ജക്റ്റീവ്സിൻ്റെ ടൈപ്സും അഡ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.